എല്ലാ എക്സസൈസും നല്ലതാണ്. ജിമ്മാട്ടെ ഏത് എക്സസൈസും നല്ലതാണ്. നമ്മൾ ഈ എക്സസൈസിന്റെ പ്രത്യേകത എന്താ വെച്ചാല് റിസ്ക് ഇല്ല, ഉറുപ്പ്യ ചെലവില്ല, ഇല്ലല്ലോ. നിങ്ങൾക്ക് എവിടുന്നും ചെയ്യാം. ഇത് നിങ്ങൾ ചെയ്യേണ്ട ഇത്ര ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യാ, ഇവിടെ ഒരു 6 മണിക്ക് അവിടെ സ്റ്റാർട്ടിങ് ഉണ്ടെങ്കിൽ നമ്മൾ ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാല് 6 മണി എന്ന് പറഞ്ഞാല് 6:01 ആവൂല, 5:55 അല്ലാതെ ലൈനിക്ക ഒരാളുള്ളെങ്കിലും ആ 6 മണിക്ക് തുടങ്ങും. പിന്നെ നിങ്ങൾ എന്ത് ചെയ്യണ വെച്ചാല് ഒരു 10 മിനിറ്റ് മിനിമം നടക്കണം. മിനിമം ഒരു 10 മിനിറ്റ് നടക്കണം. നടത്തം എങ്ങനെ നടക്കേണ്ടത് വെച്ചാൽ വെറുതെ വർത്തമാനം പറഞ്ഞല്ല. നടക്കുമ്പം ഈ കൈ പൾസ് ചെയ്ത് നടക്കുക. ഒരു സെക്കൻഡില് ഇതാണ്, ഒരു സെക്കൻഡില് ഇങ്ങനെ നടക്കാൻ വേണ്ടി ശ്രമിക്കുക. നല്ല സ്പീഡില് ഒരു സെക്കൻഡ് 2 സ്റ്റെപ്പ് വെക്കാൻ വേണ്ടി ശ്രമിക്കുക. പിന്നെ നിങ്ങൾ നടക്കുമ്പം നല്ല പ്രതലത്ത് കൂടെ നടക്കാൻ വേണ്ടി ശ്രമിക്കുക. മറ്റേത് എന്താ വെച്ചാൽ നിങ്ങൾ മുട്ടിനൊക്കെ വേദന വരും. നല്ല പ്രതലത്ത് കൂടെ ആ റോട്ടിൽ കൂടെ നിങ്ങൾക്ക് നടക്കാം. റോട്ടിൽ കൂടെ നടക്കണോല് അങ്ങോട്ട് നടക്കണ അതേ കിലോമീറ്റർ തന്നെ ഇങ്ങോട്ട് നടക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ അല്ലേ? നടക്കൂലേ? പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് വെച്ചാല് വെള്ളം ആണ് നമ്മളെ ഏറ്റവും വലിയ മരുന്ന്. ഇവിടേക്ക് വരുമ്പോ ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും നിങ്ങൾ കുടിക്കണം. നല്ല പുട്ടും കടലയും ചായ ഒന്നും കുടിച്ചാണ്ടല്ല വരേണ്ടത്. ഒരു ഗ്ലാസ് വെള്ളം കുടിക്കുക. നേരത്തെ നമ്മൾ വെള്ളം കുടിക്കേണ്ടത് 25 കിലോ ഉള്ള ഒരാള് 1 ലിറ്റർ വെള്ളമാണ് കുടിക്കേണ്ടത് ദിവസം. അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ 75 കിലോ ഉള്ള ഒരാള് 3 ലിറ്റർ വെള്ളം കുടിക്കണം എന്നാണ്. അപ്പൊ നിങ്ങളിപ്പോ സ്വാഭാവികമായിട്ട് ഇപ്പൊ കുടിക്കുന്നുണ്ടാവില്ല. അപ്പൊ ഇന്ന് തന്നെ പോയിക്കാണ്ട് ആ 3 ലിറ്റർ കുടിക്കരുത്. ഒരു 3-4 മാസത്തിന്റെ ആ ഗ്യാപ്പില് ആ ലെവലിലേക്ക് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഇവിടേക്ക് വരുമ്പോ ഒരു ഗ്ലാസ് മിനിമം ഒരു ഗ്ലാസ് അല്ലെങ്കിൽ 2 ഗ്ലാസ് വെള്ളം കുടിച്ചാണ്ട് വരിക. പിന്നെ സ്ഥിരമായിട്ട് ചെയ്യുക, എന്നാൽ അതിന് റിസൾട്ട് ഉണ്ടാവുള്ളൂ. ഓക്കെ അല്ലേ? രാത്രി ഫുഡ് കഴിക്കുമ്പോൾ നിങ്ങൾ എന്താ വെച്ചാല് ഹെവി ഫുഡ് കഴിച്ചുകാണ്ട് അപ്പൊ തന്നെ കടന്നുറങ്ങരുത്. കുറച്ച് നേരത്തെ കഴിക്കുക. ഒരു 6, 6:30, 7 മണിക്ക് കഴിച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് കിടക്കേണ്ടത്. ചെയ്യൂല. ഇനി ഹെവി ഫുഡ് കല്യാണം നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാ, ഞാൻ ഇന്നലെ നല്ല ഫുഡ് കഴിച്ചണല്ലോ, അപ്പൊ നിങ്ങള് പിറ്റേന്ന് രാവിലെ ഒന്നുകൂടി 10 മിനിറ്റ് നടക്കുന്നത് ഒരു 20 മിനിറ്റോ 25 മിനിറ്റോ നടക്കാൻ വേണ്ടി ശ്രമിക്കുക. അത്രയും കഴിച്ച കലോറി നമുക്ക് ഒഴിവാക്കി കളയണം. ഓക്കെ? പിന്നെ നമ്മളെ ഈ എക്സസൈസിന്റെ ഒരു പ്രത്യേകത, ഇത് നമ്മളെ സലാഹുദ്ദീൻ സാറാണ് ഉണ്ടാക്കിയുള്ള തുറക്കലുള്ള സലാഹുദ്ദീൻ സാർ. 10 വർഷം ഇത് ആർക്കും കംപ്ലൈന്റ് ഇല്ല പോലെ നാട്ടില് പഠിപ്പിച്ച് ഒരാൾക്കും കംപ്ലൈന്റ് ഇല്ല എന്ന് അറിഞ്ഞതിന് ശേഷമാണ് ഇത് പുറത്തേക്ക് വിട്ടത്. 10 വർഷം അയാള് വജ്രം പോലെ കടഞ്ഞെടുത്ത സാധനമാണ്. എല്ലാ അവയവങ്ങൾക്കും ഇത് എത്തുന്നുണ്ട്. നമ്മളെ ബോഡിക്ക് ഏറ്റവും ആവശ്യമുള്ളത് എന്താണ്? ഇന്ന് ഈ എക്സസൈസ് ചെയ്യാത്ത ആൾക്കാര്, വീട്ടിൽ കടന്നുറങ്ങുന്ന ആൾക്കാര് വൈകുന്നേരം വരെ എടുക്കുന്ന ബ്രീത്തിങ് നമ്മളിവിടെ എടുത്തിട്ടുണ്ടാവും. നമ്മുടെ ശരീരത്തിന് ഏറ്റവും ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ചാല് പിന്നെ ഓക്സിജൻ ആണ്. അതേപോലെ നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ആണ്, സ്ട്രെച്ചിങ്, ബ്രീത്തിങ്, അത് രണ്ടും നമ്മൾ ഇതിൽ മാക്സിമം എടുക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഈ എക്സസൈസ് ഇത്ര എഫക്റ്റ് ആയിട്ട് കിട്ടുന്നത്. 22 മിനിറ്റ് ഇതിന് ടൈമുള്ളൂ. ഇന്ന് നമ്മൾ 10 മിനിറ്റ് എടുത്തത് ഞാൻ പറഞ്ഞു കൊടുത്തോണ്ടാണ്. ഇനി എനിക്കിത് ചെയ്യാൻ കഴിയണില്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല നിങ്ങൾ വിചാരിക്കണം. നിങ്ങൾക്ക് ഒന്നേ ചെയ്യാൻ കഴിയുള്ളൂ ഉണ്ടെങ്കിൽ നിങ്ങൾ ആ ഒന്ന് ചെയ്യുക. ഇനി ഒന്നും ചെയ്യാൻ കഴിയണില്ല, നിങ്ങൾ ഇവിടെ വന്നുകാണ്ട് എന്ത് ചെയ്യുക, ഈ തമ്മിൽ കണ്ടുകാണ്ടുണ്ടല്ലോ കൈ കൊടുക്കണേ, അതന്നെ ഇതിൽ മാനസിക ഉല്ലാസം കിട്ടും, ശാരീരിക ഉല്ലാസം. ശാരീരിക ഉല്ലാസം ഇപ്പൊ നമ്മൾ ചെയ്തില്ലേ, നമ്മുടെ ശരീരത്തിനുള്ളത് ഇപ്പൊ ചെയ്തു. മാനസിക ഉല്ലാസം എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ കണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനം പറയുന്നതാണ് മാനസിക ഉല്ലാസം കിട്ടുന്നത്. ഇന്ന് ഓരോ ആൾക്കാരും റിട്ടയർമെന്റ് കഴിഞ്ഞാൽ നേരെ വീട്ടിൽ ഒരു മൂലക്കെ പോയി ഇങ്ങനെ കുത്തിർക്കാണ്, മൊബൈലിൽ നോക്കി കുത്തിർക്കാണ്. അതിന് പകരമായിട്ട് നമ്മളെ നാട്ടിലുള്ള ആൾക്കാരെ പരസ്പരം കണ്ടുമുട്ടി സംസാരിച്ച് കൂട്ടത്തോട് കൂടി ചെയ്യുമ്പോൾ ഇത് വളരെ ഉഷാറായിക്കരം. അപ്പോൾ ഒരാളും ഒഴിവാക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഞാൻ പ്രത്യേക അഭിനന്ദനങ്ങൾ പറയുന്നത് ഇതിന്റെ ടീം ലീഡേഴ്സ്, കോർഡിനേറ്റർമാർക്കാണ്. കാരണം വെച്ചാൽ ഒരു റുപ്യ പ്രതിഫലം ഇതൊക്കെ ചെയ്യുന്നത് മറ്റുള്ള എല്ലാ നാട്ടിലും പോയിട്ടാണ് ചെയ്തു കൊടുക്കുന്നത്. ഇപ്പോൾ ഇവിടെ കോട്ടക്കുന്ന് നമ്മളെ പിന്നെ ഏരിയ കോർഡിനേറ്റർ മനാഫ്ക, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ ഫൈസൽക്ക, അമീൻക, മറ്റു എല്ലാ കോർഡിനേറ്റർമാരും ഓൽക്കൊരു 5 കൊടുത്താൽ നിങ്ങൾ ഒരു കൈയടി കൊടുക്കി. അതുപോലെ തന്നെ പിന്നെ ഈ ഗ്രൗണ്ട് വിട്ടെന്ന് ഞാനിപ്പോ വളരെ ഇന്ന് നമ്മളെ സാറ് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് നമ്മള് ഇപ്പൊ ഏകദേശം 650-700ഓളം ബ്രാഞ്ച് നമുക്കായി. നിങ്ങൾ കേരളത്തിൽ എവിടെ പോവുകയാണെങ്കിലും ഈ മെക്സവൻ പറഞ്ഞാണ്ട് ഈ ഷർട്ട് ഇട്ടാണ്ട് തോന്ന ആൾക്കാർ ഇങ്ങനെ ഇത് ചെയ്യുന്നുണ്ടാവും. ഏത് നാട്ടിൽ നിങ്ങൾ പോവുകയാണെങ്കിലും ഈ മെക്സവൻ ഉണ്ടാവും. അപ്പൊ 600-750 ബ്രാഞ്ചായി. സാറ് പ്രത്യേക നിർബന്ധമാണ് എല്ലാ ജനങ്ങൾക്കും ഇത് എത്തിക്കുക. അതുകൊണ്ടാണ് ഇന്നിപ്പോ ഇവിടെയും ചെറിയ
സ്ഥലങ്ങളാണെങ്കിലും മൈക്രോ യൂണിറ്റുകൾ തുടങ്ങാനാണ് സാർ പറഞ്ഞിട്ടുള്ളത്. കാരണം ഈ ലെവലിൽ നമ്മൾ പോവുകയാണെങ്കിൽ കേരളം ഹെൽത്തിന്റെ കാര്യത്തിൽ നമ്പർ 1 ആവും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതിന് എല്ലാവരും നിങ്ങളിത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങളിത് പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളെ വീട്ടുകാർക്ക് ഇത് പഠിപ്പിച്ചു കൊടുക്കുക. ഞാൻ പഠിച്ച സംഗതി മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. ഇതിലുള്ള എല്ലാവരും ഇതിന്റെ അംബാസഡർമാരാണ്, അത് ശ്രദ്ധിക്കുക. അപ്പൊ ഈ ഇത് ഗ്രൗണ്ട് വിട്ട് തന്ന നമ്മളെ ഇക്ബാൽ ക മൂപ്പര് ഉണ്ടോ? അതാ ഇത് വളരെ നല്ലൊരു തന്നെ പ്രതിഫലം പഠിച്ച റബ്ബിന്റെ അടുത്ത് നിന്ന് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഒരു 5 കൊടുക്കാം നമ്മൾ ആദ്യം. ഒരുമിച്ചിട്ടോ ഞാൻ 5 എന്ന് പറയുമ്പോ 5 അടിക്കാം. 5 അറിയില്ലേ? അതാണ് നമ്മളെ പിന്നെ ക്വാളിറ്റി ചെക്ക് ചെയ്യുക. ഈ പൊസിഷൻ 5 ഇനി കോട്ടക്കുന്ന് ബ്രാഞ്ചിലുള്ള നമ്മളെ മനാഫ്ക കോട്ടക്കുന്ന് ടീമിന് ഓലാണ് മലപ്പുറത്തേക്ക് ഫസ്റ്റ് ഇത് കൊണ്ടുവന്ന ആൾക്കാര് നമ്മള് അല്ലേ. അപ്പൊ ആ ടീമിന് കോർഡിനേറ്റർമാർക്കും ഒരു 3 5. ഓക്കെ, എല്ലാവർക്കും 5 ഉണ്ട് കേട്ടോ. ഈ പൊസിഷൻ ആവേശം കൂട്ടിനെ 5 ഇനി മറ്റ് ടീം ഇതാ വെള്ളാമ്പുറം അമീന്, അതേമാതിരി മൊയ്തു, പിന്നെ മീഡിയ കോർഡിനേറ്റർ, പിന്നെ മൊമാലി, മറ്റ് എല്ലാ മെമ്പർമാർക്കും ഒരു 3 5 നമ്മൾ കൊടുക്കുകയാണ്. അതേമാതിരി എനിക്കും അതിൽ പെടും കേട്ടോ. ഈ പൊസിഷൻ 5